കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. നിൻ മനമിളകാതെ നിൻ മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കുക. കർത്താവേ, ജനകോടികളിലേക്ക് നിന്റെ ശക്തി ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടട്ടെ. കർത്താവേ, ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മജ്വാലയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും ഒരു ജ്വാലയാക്കി മാറ്റണമേ. സ്നേഹത്തിൻ്റെ ജ്വാലയാക്കി മാറ്റണമേ. പ്രാർത്ഥനയുടെ ജ്വാലകളാക്കി മാറ്റണമേ. വലിയ സ്നേഹജ്വാലകൾ ഈ സക്രാരിയിൽ നിന്ന് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, 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 നിറയട്ടെ. കർത്താവിൻ്റെ ശക്തി വന്ന് നിറയട്ടെ. കൃപകൾ വന്ന് നിറയട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം വന്ന് നിറയട്ടെ. സൗഖ്യം വന്ന് നിറയട്ടെ. വലിയ വിടുതൽ വന്ന് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. മാലാഖമാരോട് ചേർന്ന് ആരാധിക്കാം. ആരാധന, 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 ആരാധന. സകല വിശുദ്ധരോടും ചേർന്ന് ആരാധിക്കുക. ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സർവ മക്കളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുകയാണ്. ഒരു ചെറിയ സന്ദേശം നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കാം. നമ്മുടെ സമൂഹങ്ങളെ ഒരുക്കാം. കർത്താവ് തരുന്ന വചനം ജെറമയയുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി തീരും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങു മാത്രമാണ് എൻ്റെ പ്രത്യാശ. പൂർണ്ണമായും ദൈവത്തെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്
ശാലോം വിഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സന്ദേശം ശ്രവിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സർവ മക്കളെയും യേശുവേ അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. യേശു തരുന്ന രക്ഷ നിത്യമായ രക്ഷയാണ്. യേശു തരുന്ന സൗഖ്യം നിത്യമായ സൗഖ്യമാണ്. നിത്യമായ സൗഖ്യവും നിത്യമായ രക്ഷയും സ്വീകരിക്കുവാൻ തിരുവോസ്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിലേക്ക് നമ്മുടെ സർവശ്രദ്ധയും കേന്ദ്രീകരിക്കുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട്, വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട്, രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മക്കളോട് ഈശോ ഒന്നാമതായി പറയുന്ന സന്ദേശം, നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നിനക്ക് സൗഖ്യം ലഭിക്കും. വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതല്ലേ വചനം പറഞ്ഞു തരുന്നത്? വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. അവനെ കർത്താവ് കൈപിടിച്ചെഴുന്നേൽപ്പിക്കും. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞത് മുഴുവൻ എന്നിൽ സംഭവിക്കും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എഴുതി വയ്ക്കുക. ദൈവം അറിയാതെ, ദൈവം മനസ്സാകാതെ എന്നിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. നമ്മുടെ പദ്ധതികളല്ലേ തകർന്നു പോയത്? ദൈവത്തിൻ്റെ പദ്ധതികൾ തകർന്നു പോകുകയില്ല. നമ്മുടെ പദ്ധതികൾ തകർന്നു പോയിക്കൊള്ളട്ടെ. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ പൂവണിയുള്ളൂ. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കുമ്പോൾ ആ വിശ്വാസം തകർക്കാൻ, അതിനെ പിന്തിരിയാൻ, വേണ്ടെന്ന് വയ്ക്കാൻ ഒരു പ്രതികൂല ശക്തി, പൈശാചിക ശക്തി നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ പിന്തിരിയാതെ പിടിച്ചു നിൽക്കാൻ, വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ശക്തി തരുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. 2, സഹനത്തിൽ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ കിടന്നുകൊണ്ട്, രോഗശൈലിയിൽ കിടന്നുകൊണ്ട്, സഹിച്ചുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്നവരുണ്ട്. വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. ഹൃദയം ഉരുകി മാനസികമായ വ്യഥയോടെ എനിക്ക് ആരാധന സംബന്ധിക്കാൻ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, തിരുവോസ്തിയിലേക്ക് മുഖം തറച്ച് ഒന്ന് നോക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ വേദനിക്കുന്നവര് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരിലുണ്ട്. വചനം പറയുന്നു, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു പുതിയ പേരിൽ നിന്നെ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിലെ മനോഹരമായ കിരീടമാക്കി മാറ്റും. നിന്നെ ദൈവത്തിൻ്റെ കരത്തിലെ ഒരു രാജകീയ മകുടമാക്കി മാറ്റും. അതിനു വേണ്ടിയിട്ടാ നമുക്ക് സഹനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിൻ്റെ കയ്യിലെ ഒരു കിരീടമാക്കി മാറ്റുവാൻ, ദൈവത്തിൻ്റെ കരത്തിലെ ഒരു മകുടമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നമുക്കുണ്ടാകുന്ന സഹനങ്ങളൊക്കെ. നമ്മുടെ സഹനങ്ങളൊക്കെ നിസ്സാരങ്ങളല്ലേ? യേശുവിലേക്ക് നോക്കുമ്പോൾ സഹിച്ച് നമ്മൾ പിടിച്ചു നിൽക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. സഹനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. മനമിളരുത്, മനസ്സ് പതറരുത്. വചനത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു,
എൻ്റെ നിലവിളികൾ, എൻ്റെ അലച്ചിലുകൾ, എൻ്റെ കണ്ണുനീരുകൾ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ആരാധന സംബന്ധിക്കുമ്പോൾ ഈശോ വന്ന് പറയുകയാണ്, മോനെ മോളെ, വചനത്തിൽ നീ ഉറച്ചു നിൽക്കുക. നിന്റെ അലച്ചിലുകൾ, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയം പല വിധത്തിലുള്ള വേദനകളുമായി നിൽക്കുന്നവരുണ്ട്. കുരുടന്മാർ ഇതിൽ സംബന്ധിക്കുന്നുണ്ടാകാം. പൈശാചികമായ പീഡയുള്ളവർ ഇതിൽ സംബന്ധിക്കുന്നവരുണ്ടാകാം. മഹോദര രോഗികൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ടാകാം. കൈ ശോഷിച്ചവർ ഇതിൽ സംബന്ധിക്കുന്നവരുണ്ടാകാം. ഒരു പക്ഷേ എല്ലാം തകർന്നവരുണ്ടായിരിക്കാം. വചനമയച്ചാണ് കർത്താവ് സൗഖ്യം നൽകുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തമാക്കിയത് ഓർമ്മിക്കുന്നില്ലേ? വചനമയച്ച് കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയത് ഓർമ്മിക്കുന്നില്ലേ? ജെറീക്കോയിലെ തെരുവീതിയുടെ കടന്നു പോകുമ്പോൾ ബർത്തിമേയുവിന്റെ പക്കലേക്ക് കടന്നു വന്ന വചനമാകുന്ന യേശുവിനെ നമുക്ക് ഓർമ്മയില്ലേ? വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. വീണ്ടും ഗൂദാശയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രഭാതങ്ങൾ തോറും, ഓരോ സായാഹ്നങ്ങൾ തോറും വിശുദ്ധ ബലിയിലൂടെ ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് സുഖമാണോ? മോളെ നിനക്ക് സുഖമാണോ? നിനക്ക് സുഖമുണ്ടെങ്കിലേ എനിക്ക് സുഖമുള്ളൂ. ഓരോ ആൾത്താരുടെ ബലിയിൽ മുറിക്കപ്പെടുന്ന അപ്പം നമ്മോട് പറയുകയാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ മുറിക്കപ്പെടുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ രക്തം ചിന്തുന്നത്. അതുകൊണ്ട് ഓരോ ഗൂദാശയിലും ഈശോ നമ്മെ കാണുവാൻ, നമ്മെ സുഖപ്പെടുത്തുവാനായി കടന്നു വരുന്നുണ്ട്. ആ കർത്താവിൻ്റെ സൗഖ്യം ഓരോ വിശുദ്ധ ബലിയിലൂടെ നമുക്ക് തരികയാണ്. നിങ്ങൾക്കായി ചിന്തുന്ന രക്തം, നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഇപ്പോൾ രോഗശൈലിയിൽ കിടക്കുന്നവരെ, ആത്മജ്വാല ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ, ദൈവമായ കർത്താവ് പറയുന്നു, ഗൂദാശയിലൂടെ നിന്റെ സവിധത്തിലേക്ക്, നിന്റെ രോഗശൈലിയിലേക്ക്, നിന്റെ ഇരിപ്പിടങ്ങളിലേക്ക്, നിന്റെ സമൂഹത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. നീ പോലും അറിയാതെ നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ആശീർവദിക്കുവാനും നിന്നെ തൊട്ടു സുഖപ്പെടുത്തുവാനുമായിട്ട് ഞാൻ കടന്നു വരുന്നുണ്ട്. ആ ദൈവമായ കർത്താവാണ് പറയുന്നത്, ഗൂദാശയിൽ നീ ഉറച്ചു നിൽക്കണം. അവസാനമായി സഭയിൽ നീ ഉറച്ചു നിൽക്കണം. സഭയിൽ നീ ഉറച്ചു നിൽക്കണം. സഭയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും. നീ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നത് ഒരു വലിയ സമൂഹം, മാലാഖന്മാരുടെ സമൂഹം, വിശുദ്ധന്മാരുടെ സമൂഹം നിന്റെ സവിധത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് നീ മറക്കരുത്. സഭയോട് ചേർന്ന്, വിശുദ്ധ പത്രോസ്ലീഹായോട് ചേർന്ന്, വിശുദ്ധ യോഹന്നാനോട് ചേർന്ന്, പ്രവാചകന്മാരോട് ചേർന്ന്, ശ്ലീഹന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശ്വാസിയോട് ചേർന്നുകൊണ്ട് സഭയിൽ നീ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സൗഖ്യം നമ്മളിലേക്ക് ഒഴുകുകയാണ്. അതുകൊണ്ടല്ലേ പറയുന്നത്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച്, സഭയിൽ വെച്ച് കണ്ടുമുട്ടി. ആ സ്ഥലത്തിന് ഞാൻ എൽറോയ് എന്ന് പേരിട്ടു. നീ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സഭയോട് ചേർന്ന്, സഭാ തനയരോട് ചേർന്ന് നീ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ അവിടെ കർത്താവ് വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കണം. ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ കാണുന്ന ദൈവമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവമായ കർത്താവാണ് സഭയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ദൈവമായ കർത്താവ് നമ്മോട് പറഞ്ഞു, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, സഹനത്തിൽ ഉറച്ചു നിൽക്കുക, വചനത്തിൽ ഉറച്ചു നിൽക്കുക, ഗൂദാശയിൽ ഉറച്ചു നിൽക്കുക,
സഭയിൽ ഉറച്ചു നിൽക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമയത്തെ ആരാധിക്കണം, സ്തുതിച്ച് ആരാധിക്കണം. കർത്താവിന്റെ വലിയ മഹത്വം നമ്മിലേക്ക് പ്രകടമായി തീരുന്ന സമയമാണ്. ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. കണ്ണുനീരുകളെല്ലാം കാഴ്ചകളായി കർത്താവിന് കൊടുക്കുക. നിന്റെ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. ആരും തകർന്നു പോകരുത്, ആരും തളർന്നു പോകരുത്. വിശ്വാസത്തെ പിടിച്ചു വലിക്കുന്ന വലിയ നൂലാമാലകൾ ഉണ്ടാകുന്ന സമയത്ത് നിന്നെ പിടിച്ചു നിർത്താൻ, വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളനുസരിച്ച് പാലിക്കുവാൻ എത്ര കണ്ണീരുണ്ടായാലും കർത്താവേ, ആ കണ്ണുനീരുകളെല്ലാം കാഴ്ചകളായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ ഇതാ ഒരു സമൂഹം ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പലതിനെയും കുറിച്ച് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മുഖം അമർത്തി തലയിണ്ണയിൽ അമർത്തി വെച്ച് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ആ കണ്ണീരെല്ലാം വിശ്വാസത്തോടെ പ്രത്യാശയിലേക്ക് വളർത്താൻ ഞങ്ങളെ സഹായിച്ചു എന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. യേശുവേ, കണ്ണീരില്ല കാഴ്ചയാക്കി വിശ്വാസത്തോടെ ഞാൻ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് കണ്ണീരില്ല കാഴ്ചയാക്കി വിശ്വാസത്തോടെ ഞാൻ ആരാധിക്കാം. യേശുവിലേക്ക് സൂക്ഷിച്ചു നോക്കിയേൻ. ഇതാ വചനം പറയുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ്, സമ്മാനമാണ് ദുരിതങ്ങൾ, സഹനങ്ങൾ. ദൈവമായ കർത്താവ് പറയുന്നു, ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഞാൻ മാറി നിൽക്കുന്നു എന്നാണോ നീ വിചാരിക്കുന്നത്? നിന്റെ ജീവിതം വഴിമുട്ടി എന്നാണോ നീ ചിന്തിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ തിരമാലകൾ പോലെ പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങൾ വന്ന് നീ തകർന്നടിയുമ്പോൾ ഞാൻ ദൂരെ നിൽക്കുന്നു എന്നാണോ നീ ചിന്തിക്കുന്നത്? നിന്റെ വരുമാന മാർഗങ്ങളെല്ലാം മുട്ടിപ്പോയി അല്ലേ? നീ ചികിത്സ ചെയ്ത് നിന്റെ സമ്പത്തെല്ലാം കഴിഞ്ഞുപോയി അല്ലേ? അപ്പോൾ നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു ദൈവമല്ല ഞാൻ. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനും ആ കണ്ണുനീര് മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റുവാനും ആ പ്രാർത്ഥനയിൽ വിശ്വാസം വളരുവാനും ഞാൻ നിന്റെ കൂടെയുണ്ട്. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്താം, രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കണ്ണുനീർ കണങ്ങൾ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആരും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ, കണ്ണീരുണ്ടാകില്ല. ദൈവം അറിയാതെ ഞങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കരമുയർത്തി സ്വരമുയർത്തി വിളിച്ചേ, യേശുവേ, യേശുവേ, യേശുവേ വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഒന്ന് വിശ്വസിക്കാമോ? ഇത് ഈ വചനത്തെ ഒന്ന് ഒറ്റയെടുക്കാമോ? മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. മാരകമായ പീഡ അനുഭവിക്കുന്നവർ, മാരകമായ രോഗത്തിൽ അകപ്പെട്ടവർ,
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകും. പകർച്ചവ്യാധികൾക്ക് അടിമകളായവര്, അപകടത്തിൽപ്പെട്ട് അസ്ഥികൾ ഞെരിഞ്ഞമർന്നവര്, നാടിഞരമ്പുകൾ അരഞ്ഞു പോയവര്, കർത്താവ് പറയുന്നു, മോനെ, രോഗം വരുമ്പോൾ നീ തകരരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കരങ്ങളിൽ ജപമാല പിടിച്ച് കരങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്ന മക്കളെ ഞാൻ കാണുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞാൻ വചനം പറയുന്നു, അവൻ അവളുടെ കയ്യിൽ പിടിച്ചു, അവളുടെ പനി വിട്ടുമാറി, അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. പലതരത്തിലുള്ള പനി പിടിച്ച് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂമോണിയ ബാധിച്ചവർ, എലിപ്പനി ബാധിച്ചവർ, മൈഗ്രെയിൻ അസുഖമുള്ളത് കൊണ്ട് തല പൊട്ടിപ്പൊളിയുന്ന വേദനയുള്ളവർ, അങ്ങനെയുള്ള രോഗികൾ, ചെവിയുടെ വേദന, ചെവിയിലെ പഴുപ്പ് അതുമൂലമായി വേദനിക്കുന്നവർ, മക്കളെ കരമുയർത്താം. ഈ സമയം കർത്താവ് കടന്നു വരട്ടെ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രോഗികൾ സുഖം പ്രാപിക്കുന്ന നിമിഷമായി തീരട്ടെ. രോഗശൈലിയിൽ ഇരുന്നു കൊണ്ട്, കിടക്കയിൽ കിടന്നുകൊണ്ട്, ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കരമുയർത്തി കർത്താവിനെ വിളിക്കട്ടെ. യേശുവേ, വചനം പറയുന്നു, അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യും. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യും. യേശുവേ, ഇപ്പോൾ എല്ലാ ക്യാൻസർ രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ട്യൂമർ രോഗികളെ സമർപ്പിക്കുന്നു. കിഡ്നി രോഗികളെ സമർപ്പിക്കുന്നു. ഹൃദയരോഗികളെ സമർപ്പിക്കുന്നു. പാൻക്രിയാസ് രോഗികളെ സമർപ്പിക്കുന്നു. കോവിഡ് രോഗികളെ സമർപ്പിക്കുന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ സൗഖ്യം സർവരിലേക്ക് ഇപ്പോൾ ഒഴുകട്ടെ. അവരുടെ കണ്ണുനീര് കാഴ്ചകളാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, വിശ്വാസത്തോടെ ഞാൻ ആരാധിക്കാം. മുട്ടുകൾ കുത്തി കർത്താവിന്റെ ആശീർവാദത്തിനായി, മുട്ടുകൾ കുത്തി കർത്താവിന്റെ ആശീർവാദത്തിനായി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്നോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞങ്ങളിലേക്ക് നീട്ടണമേ കർത്താവേ. എല്ലാ രോഗികളിലേക്ക് കർത്താവേ, നിന്റെ കരുണയുള്ള കരഞ്ഞങ്ങളിലേക്ക് നീട്ടണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ദേശത്തിലേക്ക്, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് എല്ലാം ഞങ്ങൾ നിന്റെ കരുണയുള്ള കരഞ്ഞങ്ങളിലേക്ക് നീട്ടണമേ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാ
ചെയ്യും ഉണ്ടാ